ഓപ്പോ റെനോ 13 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 50,000 രൂപ പ്രൈസ് വെച്ചായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 13 പ്രോയിൽ 6.83 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കോഡ് കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓപ്പോ റെനോ 13 ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം 93.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വളരെ കൂടിയ 3840 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 195 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.55 mm ആണ്. പിന്നെ ഇതിൽ IP66, 68 അതുപോലെ തന്നെ 69 കൊടുക്കുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഗ്രാഫൈറ്റ് ഗ്രേ, മിസ്റ്റ് ലെവൻഡർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 8350 എന്ന പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ചൊരു പ്രോസസർ എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ഗെയിമിംഗ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. അപ്പം ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകൾ വരെ ലഭിക്കുന്നുണ്ട്. പെർഫോമൻസും ഗെയിമിംഗും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ ഒരു പ്രോസസർ വളരെ മോശമാണെന്നല്ല, തിരക്കില്ലാത്തൊരു പ്രോസസറൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പെർഫോമൻസ് അല്ല മെയിൻ കാര്യം എന്നുണ്ടെങ്കിൽ ഇത് സെലക്ടും ചെയ്യാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടൊക്കെ ഉണ്ട്. 16ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 12GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ IR ബ്ലാസ്റ്റർ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏരിയ വരുന്നത് 4791 mm² ആണ് ഫോൺ വിട്ട് നീറ്റാ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ 1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സോണി IMX 890യുടെ മെയിൻ ക്യാമറ സെൻസറാണ്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 3.5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടില് 50 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ അത്യാവശ്യം തിരക്കുള്ള നല്ല സ്പെസിഫിക്കേഷൻ ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഓപ്പോയുടെ റെനോ സീരീസിൽ വരുന്ന ഫോണുകളിൽ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. ഇതിലും അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5800 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 12GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 49,999 രൂപയാണ്. 12GB റാം 512GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 54,999 രൂപയാണ്. ജനുവരി 11 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പല ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. പല ബാങ്കുകളുടെയും കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% വരെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ പ്രോസസർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഓപ്പോയുടെ പുറത്ത് ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്നൊന്നും ഞാൻ പറയില്ല. അപ്പം ഓൺലൈൻ ഫോൺസും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെയും നല്ല ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്.
ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.